അപ്പൊ 12th കഴിഞ്ഞ് നീറ്റ് എഴുതി കിട്ടിയില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു പാലയിൽ തന്നെ പോയി പ്രോപ്പറായിട്ട് നിന്നിട്ട് പഠിക്കാം. ഒരു പക്ഷേ ഞാൻ വേറെ എവിടെയും പോയിരുന്ന എനിക്ക് അറിയത്തില്ല. ബ്രില്യന്റിൽ വന്ന ഉറപ്പായിട്ടും കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ വന്നു. എനിക്ക് കിട്ടി. ബ്രില്യന്റിലാണെങ്കിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പിന്നെ ബ്രില്യന്റിലെ ഫാക്കൽറ്റീസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പോയി ക്ലിയർ ചെയ്യാം. പിന്നെ മോഡൽ എക്സാംസ്, അതാണ് ബ്രില്യന്റിന്റെ ഹൈലൈറ്റ്. ബ്രില്യന്റ് പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ മോഡൽ എക്സാം എല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു എക്സാമിന് പോകുന്ന പോലെ അന്ന് രാവിലെ എക്സാം വരെ ഇരുന്ന് പഠിച്ചിട്ട് അപ്പൊ പോയി പെട്ടെന്ന് എഴുതാണ്ടിരിക്കുക. അതായത് നീറ്റ് എക്സാമിന്റെ മൂഡ് പോലെ തന്നെ ഇന്ന് നീറ്റ് എക്സാം ആണ്, പേന എടുക്കുന്നു, പൗച്ച് എടുക്കുന്നു, അവിടെ പോയി കംഫർട്ടബിൾ ആയി ഇരിക്കുന്നു, ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് ചുമ്മാ ഇരുന്ന് ശ്വാസം വലിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് എന്നും നീറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ പോയി എഴുതണം. നീറ്റ് എക്സാം ഒരിക്കലും ഒരു പുതിയ എക്സാം പോലെ നമുക്ക് തോന്നരുത്. ബ്രില്യന്റിന്റെ ഒരു മോഡൽ എക്സാം അങ്ങനെയായിരിക്കണം നീറ്റ് എക്സാം. അപ്പം സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായത് നമ്മൾ മോഡൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. പനി ആണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് നീറ്റ് എക്സാമിന് പനി വരാം, അല്ലേ വരാതിരിക്കാം. അപ്പൊ നമ്മൾ എന്ത് വേഴ്സ്റ്റ് കണ്ടീഷൻസിൽ പോലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അതായത് ഒരു എക്സാം കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുക. ഇന്ന് എനിക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റി, ടൈം മാനേജ്മെന്റ് പാളിപ്പോയോ, അല്ലെങ്കിൽ പഠിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എല്ലാം. ക്ലാസ്സിൽ തന്നെ കുറെ പേരുണ്ട്. മെജോറിറ്റി ബ്രില്യന്റ് തന്നെയാണ് എന്തായാലും എല്ലാ മെഡിക്കൽ കോളേജും പോലെ.